യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. രമേശ, നിനക്കറിയാലോ, ഇനി കൈ കാശില്ലാതെ ഒന്നും നടക്കത്തില്ല. ഭാവനയുടെ വരുമാനം കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ച് വർക്കുകൾ കണ്ടെത്തിയേ പറ്റൂ. സേതുവണ്ണ വിഷമിക്കാതിരിക്കെ, ഞാനും ഇതിന്റെ പിന്നാലെ തന്നെ. ഇപ്പൊ തന്നെ ചെറുതാണെങ്കിലും 4-5 വർക്ക് കിട്ടിയില്ലേ, എല്ലാം ശരിയാവും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല രമേശ. കല്യാണ വർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടേ കാര്യമുള്ളൂ. സൂര്യയുടെ കെയർ ഓഫിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ പാർട്ടി നമുക്കൊന്ന് പോയി കണ്ട് അഡ്വാൻസ് വാങ്ങിക്കണം. അണ്ണം പറഞ്ഞാ മതി, ഞാൻ എത്തിക്കോളാം. പിന്നെ പെങ്ങൾക്ക് എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒന്നും പറയാൻ പറ്റാറായിട്ടില്ല. അതാലോചിക്കുമ്പോഴെനിക്ക് വിഷമം. ഭാവന ഒരിക്കലും ഇങ്ങനെ അവസ്ഥയെ കാണേണ്ടി വരും ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. ഇതാരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണ് അണ്ണ. അണ്ണ സമാനപ്പെട്. പെങ്ങളോട് ഇത് ചെയ്ത ആരായാലും അധികം വൈകാതെ നമ്മളുടെ കയ്യിൽ വന്ന് പെടും. അതുപോലെ നീയും ഗോവിന്ദനോട് കാര്യം ചെയ്യണം. കുറച്ച് ദൂരെ എങ്ങാനും പോയാലും കുഴപ്പമില്ല, കിട്ടാവുന്നിടത്തോളം വർക്ക് പിടിക്കണം. ഇപ്പൊ തന്നെ വീട്ടു സ്ഥാനങ്ങൾ ഏതാണ്ട് തീർന്ന മട്ടാന്ന മായ പറയുന്നത്. പിന്നെ കഴിയുന്നതും ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും സൂര്യ അറിയണ്ട. അവന്റെ സ്വഭാവം അറിയാലോ. അത് നേരെ അണ്ണ. പെങ്ങൾക്കും അണ്ണൻ ഈ പറഞ്ഞ അഭിപ്രായമായിരിക്കും. ഈശ്വര, എത്രയും വേഗം ഭാവനയുടെ അസുഖം മാറണം. എന്നിട്ട് സൂര്യയായിട്ടുള്ള കല്യാണം നടത്തണം. അത് മാത്രമല്ല എനിക്കിപ്പോ ചിന്ത. ഉറപ്പായിട്ട് നടക്കും അണ്ണ. അണ്ണൻ നോക്കിയോ, പെങ്ങളെ കല്യാണവും നടക്കും, അവര് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അണ്ണൻ ചെല്ല്, നാളത്തേക്കുള്ള പച്ചക്കറി വാങ്ങിക്കാനുള്ളതാണ്. ഞാൻ വിളിച്ചോളാം. ശരി. ഞാൻ 2 ദിവസം ഓഫീസിൽ ഇല്ലായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ മെയിലിലേക്ക് സെൻഡ് ചെയ്യും. ഞാനത് നോക്കിയിട്ട് മാനേജർക്ക് സെൻഡ് ചെയ്തോളാം. ഓക്കെ, എന്നാ ശരി. ദേവേട്ടന് ഓർമ്മയുണ്ടോ പണ്ട് ഇവള് സ്കൂളിൽ പോകാൻ മടിച്ചിട്ട് സൂര്യയുടെ മുറി കയറി ഒളിച്ചിരുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ദേവേട്ടന് ഓർമ്മ കാണില്ല. നിന്റെ ആന്റി എന്താ മോളെ പറയുന്നത്? എനിക്ക് ഓർമ്മയുള്ളതല്ലേ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അത് നേരെ ആന്റി. ആന്റി പറയുന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോഴൊക്കെ എന്നെയും കൊണ്ട് സൂവിൽ പോവാറുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. എന്നാലേ അതെനിക്ക് ഓർമ്മയില്ല. മോളെ സൂര്യ, ഇതാരും മാനസപുത്രിയോ? എപ്പോ വന്നു? വന്നിട്ട് ഒരുപാട് നേരമായി. എന്താ ഈ വഴിയൊക്കെ? വഴിതെറ്റി വന്നാണോ? അല്ല, അവള് ശരിയായ വഴിയിലൂടെ തന്നെയാ വന്നത്. അല്ല, അങ്കിളും ആന്റി വന്നില്ലേ? ഇല്ല, പക്ഷെ ഉടനെ വരും. അല്ല, എന്തുണ്ട് വിശേഷം? നമ്മളെ ഒന്നും വിളിക്കാറ് പോലും ഇല്ലല്ലോ. ഒരു മെസ്സേജ് ഇട്ടാ അതൊന്നും ഓപ്പൺ പോലും ചെയ്യാറില്ല. ഞാൻ ആ കാര്യത്തിലൊക്കെ വളരെ പിന്നോട്ടാ. അത് ചുമ്മാതാ. നോക്കേണ്ടവരുടെ മെസ്സേജ് ഒക്കെ നോക്കാറില്ലേ? എന്തു പറ്റി സൂര്യ? ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? അതെ, ഞാൻ ഭാവനയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. എന്താ ഇപ്പൊ സന്തോഷായില്ലേ? മോളെ, ആ വിഷയം പിന്നെ സംസാരിക്കാം. എന്തു പറ്റി ആന്റി? പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഓക്കെ. നിനക്ക് കോഫി എടുക്കട്ടെ? എനിക്ക് വേണ്ട. എന്താ ആന്റി, സൂര്യക്ക് എന്തു പറ്റി? ഭാവനയെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? മോളെ, ഭാവനയ്ക്ക് ആക്സിഡന്റ് ആയത് ഇപ്പോഴറിഞ്ഞു എന്നേ പറയാവൂ. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയില്ലേ? അതെങ്ങനെ ഞാൻ പറയൂ ആന്റി? ഞാനതൊക്കെ ബുദ്ധിപൂർവ്വം സംസാരിച്ചോളാം. ഞാനേ പോയി സൂര്യ ഒന്ന് കാണട്ടെ. ചെന്ന് സംസാരിക്കും. പിന്നെ ഇടിച്ചു കയറണോ ആന്റി? വേണം. അവൻ നിനക്ക് അന്യനൊന്നും അല്ലല്ലോ. പോ, ചെന്ന് സംസാരിക്കും. ശരി ആന്റി.
ഭാനു ഇതാരാവോ? ആന്റി പറഞ്ഞ ഭാവനയുടെ സിസ്റ്റർ ആവോ? അറ്റൻഡ് ചെയ്താലോ? ഹലോ ഹലോ, ഇതാരാ? ഇതാരാണാവോ സംസാരിക്കുന്നത്? ഇത് സുരേട്ടന്റെ ഫോണല്ലേ? നിങ്ങൾ ആരാണെന്ന് പറ. അതാരാവും സൂര്യേട്ടന്റെ ഫോൺ എടുത്തത്? എന്തായാലും ആന്റി അല്ല. എന്താ ഭാനു, സൂര്യ കിട്ടിയില്ലേ? ഇല്ലമ്മ, വേറൊരു പെണ്ണ ഫോൺ എടുത്തത്. പെണ്ണു? അതാരാ? അവിടെ ജയനിർമ്മല അല്ലാതെ വേറൊരു പെണ്ണ്? അതെനിക്കറിയില്ല. ഒരു പെണ്ണാ ഫോൺ എടുത്തത്. നിനക്കിനി നമ്പർ മാറിയതാണോന്ന് നോക്കി. ഇല്ല മായേച്ചി, ദേ സുരേട്ടനെ തന്നെ ഞാൻ വിളിച്ചത്. ഇനി ഓഫീസിലെങ്ങാനാണ് സൂര്യ പോയതെങ്കിലോ? ഏതെങ്കിലും സ്റ്റാഫാവും ഫോൺ എടുത്ത്. ഏട്ടൻ വീട്ടിലേക്കാണല്ലോ പോയത്. അല്ലെങ്കിൽ തന്നെ ആരായാലും ഫോൺ സൂര്യേട്ടൻ്റെ കൊടുക്കണ്ടേ? ഇതാണോ മര്യാദ? ശരി പോട്ടെ, നീ ഒന്നും കൂടെ വിളിച്ചു നോക്ക. ദേ വീണ്ടും കട്ട് ചെയ്തു. എങ്കിൽ വല്ല മീറ്റിംഗിലും ആയിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കാം. അതെ. ഈ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചൂടെ സൂര്യ? ഇതൊക്കെ എന്ത് വൃത്തികേടായിട്ടാ കിടക്കുന്നത്? എന്റെ റൂമല്ലേ, തൽക്കാലം ഇങ്ങനെ ഇടുന്നോട്ടെ. ആരാ ഫോൺ വിളിച്ചത്? ഏതോ ഒരു ഭാനുവാണ്. ആരാന്ന് ചോദിച്ചപ്പോ കട്ടായി പോയി. ഭാനോ?